ഹായ് ഹലോ എവരിവൺ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അഞ്ജു മുരളി. ഇപ്പോൾ നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി എക്സാം RRB എക്സാംസിൽ ഒരുപാട് എക്സാംസ് RRB കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് കോമ്പറ്റീഷനുള്ള ഒരു എക്സാമാണ് RRB ഗ്രൂപ്പ് ഡി. പക്ഷേ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ പലരും കോമൺ ആയിട്ട് വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ നിങ്ങൾ ഇപ്പം തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, റിവിഷൻ ചെയ്ത് പോവുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വരുന്ന RRB ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു എന്തൊക്കെയാണ് പ്രിപ്പറേഷനിൽ കോമൺലി വരുത്തുന്ന മിസ്റ്റേക്സ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തുകൊണ്ട് മാറ്റർ ആവുന്നു? പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തുകൊണ്ട് മാറ്റർ ആവുന്നു ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ RRB ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞാൽ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. കോമ്പറ്റീഷൻ ഓരോ ഇയർ കഴിയും തോറും കൂടി വരുന്ന ഒരു എക്സാമാണ് RRB ഗ്രൂപ്പ് ഡി. സോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും അത് നിങ്ങളുടെ സെലക്ഷനെ എഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 0.2 മാർക്കല്ലേ, ചിലപ്പോൾ ഒരു 0.01 മാർക്കിൻ്റെ ഡിഫറൻസിലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ പോകുന്നത്. സോ ചെറിയ ഡിഫറൻസ് വന്നാൽ പോലും അത് നിങ്ങളുടെ റാങ്കിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. ഈവൻ 1 മാർക്കിലൊക്കെ ഡിഫറൻസിൽ ഒരുപാട് അങ്ങോട്ട് റാങ്കിൻ്റെ വ്യത്യാസം വരും. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്മാർട്ടായിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. സോ ദാറ്റ് നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. കോമൺ എറേഴ്സ് എന്തൊക്കെയാണ് കാൻഡിഡേറ്റ്സ് വരുത്തുന്നത് എന്നുള്ളത് നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും, പക്ഷെ എക്സാം പാറ്റേൺ എന്താണെന്നോ സിലബസ് എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാതെ നേരെ അങ്ങോട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ നമ്മളൊരു എക്സാമിന്, ഇപ്പം ഗ്രൂപ്പ് ഡി എന്നല്ല, ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സാം പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളത്. എക്സാം പാറ്റേൺ മനസ്സിലാക്കുക, സിലബസ് നോക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നമ്മുടെ സ്ട്രോങ് ഏരിയ, നമ്മുടെ വീക്ക് ഏരിയ എന്താണെന്നുള്ളത്. സോ ഞാൻ പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ RRB ഗ്രൂപ്പ് ഡി എക്സാം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും RRB ഗ്രൂപ്പ് ഡി എന്താണെന്ന് അറിയാതെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് മനസ്സിലാവും. ഇന്ന ഏരിയ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമുക്ക് അറിയാത്തത് ഇന്ന ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഇന്ന ഏരിയ ആണ്, ഇന്ന സബ്ജക്റ്റ് ആണ് അറിയാത്തത് എന്നുള്ളൊരു ധാരണ ഓൾറെഡി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് എൻ്റെ ഒരു സജഷനാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്ട്രോങ് ഏരിയ, നമുക്ക് നിലവിൽ അറിയാവുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടെ നമുക്ക് തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഫസ്റ്റ് തന്നെ എക്സാം പാറ്റേൺ മനസ്സിലാക്കുക. ഇപ്പോൾ RRB ഗ്രൂപ്പ് ഡിയിൽ എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്? 100 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ചിട്ടാണ്. അതിൽ 30 ക്വസ്റ്റ്യൻ വരുന്നത് RRB ഗ്രൂപ്പ് ഡിയിൽ മൊത്തം വരുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 30 ക്വസ്റ്റ്യൻസ് വരുന്നത് റീസണിങ് ആണ്. പിന്നെ ഒരു 25 ക്വസ്റ്റ്യൻസ് വരുന്നത് ക്വാണ്ടിൽ നിന്നാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. പിന്നെ ഒരു 25 ക്വസ്റ്റ്യൻസ് വരുന്നത് ജനറൽ സയൻസ്. പിന്നെ ബാക്കി വരുന്ന 20 ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് അഫയേഴ്സ്, GK ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്കറിയാം വെയിറ്റേജ് കൂടുതൽ വരുന്ന റീസണിങ്ങിൽ 30 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ചിട്ടാണ്. പിന്നെ ക്വാണ്ടും ജനറൽ സയൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, കറണ്ട് അഫയേഴ്സ് അതുപോലെ GK എല്ലാം കൂടെ വരുന്നത് 20 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ജനറൽ സയൻസ് 25 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. RRB എക്സാംസിൽ പൊതുവെ ജനറൽ സയൻസിന് കുറച്ച് വെയിറ്റേജ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ സയൻസിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ റീസണിങ് വീക്ക് ആയിട്ടുള്ളവരുണ്ടാവും. ചിലപ്പോൾ ക്വാണ്ട് സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് റീസണിങ് കുറച്ച് വീക്കായിരിക്കും, അല്ലെങ്കിൽ ക്വാണ്ടും റീസണിങ്ങും സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് GK സയൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് വീക്കായിരിക്കും. സോ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ, വീക്ക് ഏരിയ ഏതാണെന്ന് പ്രിപ്പറേഷന് മുന്നേ തന്നെ മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നെഗറ്റീവ് മാർക്കിംഗ്. ഇപ്പം നമ്മളിപ്പം മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെഗറ്റീവ് മാർക്കിംഗ് വരുമ്പോൾ ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ ശരിയാക്കി, 2 ക്വസ്റ്റ്യൻ തെറ്റിച്ചു,
ആ 2 ക്വസ്റ്റിന്റെ മാർക്ക് നമുക്ക് എന്ത് ചെയ്യും, നെഗറ്റീവ് മാർക്കിംഗ് വരും. ഇപ്പം ഗ്രൂപ്പ് ഡി എക്സാമിൽ 1 മാർക്കാണ് ഒരു ക്വസ്റ്റിനിൽ കിട്ടാന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയ 1/3 നെഗറ്റീവ് മാർക്കായിട്ട് വരും. സോ നെഗറ്റീവ് മാർക്കിങ്ങും നമ്മൾ മൈൻഡിൽ ഉണ്ടാവണം. നമ്മൾ ആൻസർ ഇപ്പം ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇതാണ് നമുക്കൊരു ഗസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. പക്ഷെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അത് കുറേ അധികം മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ. പിന്നെ അതിന്റെ ഒരു സൊല്യൂഷൻ, ഈ ഒരു മിസ്റ്റേക്ക് എന്താണ്, നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ എക്സാം പാറ്റേൺ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യമേ സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക്. സോ എന്ത് ചെയ്യുക, ലേറ്റസ്റ്റ് എക്സാം പാറ്റേണും സിലബസും കൃത്യമായിട്ട് വിലയിരുത്തുക. അതിൽ നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണ്, ഞാൻ ഏത് ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഞാൻ എത്രത്തോളം ടൈം ഡെയിലി ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം, അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ബേസിക്സ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതും പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ ഒരിക്കലും ബേസിക്സ് സ്കിപ്പ് ചെയ്യരുത്. ചിലപ്പോൾ നമ്മൾ ഓർക്കും ഇതൊക്കെ ചിലപ്പോൾ ചെറിയ ക്ലാസ്സിലെ ബുക്ക് എടുത്തിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. എന്താണ്, ബേസിക്സ് സ്ട്രോങ് ആക്കാൻ വേണ്ടി. സോ ബേസ് സ്ട്രോങ് ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ബേസ് സ്ട്രോങ് ആക്കുക എന്നുള്ളത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ബേസിക്സ് സ്ട്രോങ് ആക്കുക. അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യനിലേക്ക് ആദ്യമേ തന്നെ പോവാതിരിക്കുക. ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് വേണം നിങ്ങൾ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോവാനായിട്ട്. സോ മാത്സും റീസണിങ്ങിലും എസ്പെഷ്യലി എന്താണ്, വീക്ക് ഫൗണ്ടേഷൻ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ബേസിക്സ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ മാത്സ് റീസണിങ്ങിൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും. സോ ബേസ് സ്ട്രോങ് ആക്കുക. പിന്നെ എന്താണ്, ബേസിക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. എന്നിട്ട് നേരെ അഡ്വാൻസ്ഡിലേക്ക് ദെൻ കടക്കുക. സോ ഷോർട്ട് കട്ട് ട്രിക്കൊക്കെ ഇപ്പം എന്താണ്, ഫോർ എക്സാമ്പിൾ മാത്സിലെ ഒരു ടോപ്പിക്കാണ് ആവറേജിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ചെറിയ ക്ലാസ് തൊട്ടേ ചെയ്തു വരുന്ന കുറേ അധികം മെത്തേഡ്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ നമ്മൾ ഈ ഗ്രൂപ്പ് ഡി എക്സാം അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. സോ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസിലി നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റണം. അപ്പം നമ്മൾ സ്കൂളിൽ പഠിച്ച ആ ഒരു മെത്തേഡ് തന്നെ ഇപ്പോഴും ചെയ്താൽ ആൻസർ കിട്ടും, പക്ഷെ സമയം പോവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ഷോർട്ട് കട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷോർട്ട് കട്ടിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പം ആദ്യം തന്നെ ഷോർട്ട് കട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതായത് ഷോർട്ട് കട്ട് പഠിക്കുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ, ബേസ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ ഈ ഷോർട്ട് കട്ട് എങ്ങനെ വന്നു എന്നറിയാതെ നിങ്ങൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യം അത് സാധാ രീതിയിൽ എങ്ങനെയാണ്, നോർമൽ രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ആ ക്വസ്റ്റ്യന് ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നോർമൽ മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കി അത് ക്ലിയർ ആയിട്ട് അതിലൊരു 0.01% പോലും ഡൗട്ട് പാടില്ല. അത് ക്ലിയർ ആയതിനു ശേഷം വേണം ഷോർട്ട് കട്ട് മനസ്സിലാക്കാനും ഷോർട്ട് കട്ട് പഠിക്കാനും വേണ്ടിയിട്ട്. സോ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തതാണ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ. ചിലരും പഠിക്കും, എല്ലാവരും നല്ല രീതിയിൽ എല്ലാ സബ്ജക്റ്റും നല്ല രീതിയിൽ പഠിച്ചു പോകും. പക്ഷെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോ യൂസ്. മോക്ക് ടെസ്റ്റ് നമ്മളിപ്പം ഒരു വീക്കിൽ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ പഠിച്ചു. ആ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ വീക്കെൻഡ്സിൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത ആ ഒരു ശീലം വന്നാലാണ് എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ്സ്, ആ പെട്ടെന്ന് വരുന്ന ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്ത് ഒരു എക്സാം എങ്ങനെയാണ്, റിയൽ എക്സാം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് വീക്ക്ലി മന്ത്ലിയും ഒക്കെ പഠിക്കുന്ന ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് എടുക്കേണ്ടത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു പേടി മാറി കിട്ടും. അതുപോലെ മോക്ക് ടെസ്റ്റ് എടുത്തു കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മോക്ക് എടുത്തതിന് ശേഷം അത് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്താലേ നമ്മൾ ആ മോക്ക് ടെസ്റ്റ് എടുത്തതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 100 ക്വസ്റ്റ്യൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് എടുത്തു. മോക്ക് ടെസ്റ്റ് എടുത്തിട്ട് അത് എക്സാം ഒക്കെ കഴിഞ്ഞ ശേഷം ഏതൊക്കെ ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റിപ്പോയി, അവിടെ എന്തുകൊണ്ടാണ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത്, പിന്നെ ഓൾറെഡി ആൻസർ ചെയ്ത് കറക്റ്റായിട്ട് ഓപ്ഷൻ കറക്റ്റായിട്ട് കിട്ടിയ ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ അനലൈസ് ചെയ്യണം. ആ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ, എവിടെയാണ് എനിക്ക് ടൈം പോയത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യാം. അതുപോലെ
ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇപ്പം GK ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് നമ്മൾ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു, മറ്റേ ഓപ്ഷന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പൊ അത് നോക്കിയിട്ട് അതും കൂടെ എക്സ്ട്രാ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ മോക്ക് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിലും ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് ടെസ്റ്റ് അനലൈസ് ചെയ്യാന്നുള്ളത്. അത് നമുക്ക് കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, പക്ഷെ എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, സോ റെഗുലർ ആയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ തന്നെ പെർഫോമൻസ് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുക. പിന്നെ RRB ഗ്രൂപ്പ് ഡിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ടയർ എക്സാം കഴിഞ്ഞിട്ട് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. അപ്പോൾ അത് പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഫസ്റ്റ് തന്നെ ആ റിട്ടൺ എക്സാമിലേക്ക് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ മതിയല്ലോ ഫിസിക്കൽ ടെസ്റ്റ് എന്നുള്ളതായിരിക്കും പലരും മൈൻഡിൽ വെക്കുക. അത് മെജോറിറ്റി അങ്ങനെ തന്നെ ആയിരിക്കും. ആ റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടുകയാണെങ്കിൽ, സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം ഫിസിക്കൽ ടെസ്റ്റ് നോക്കിയാൽ മതിയല്ലോ എന്ന് മൈൻഡിൽ ഉണ്ടാവും. പക്ഷേ RRB ഗ്രൂപ്പ് ഡിയിൽ നിങ്ങൾക്കറിയാം ഫിസിക്കൽ ടെസ്റ്റ് മെയിലിനും ഫീമെയിലിനും ക്രൈറ്റീരിയ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് സമയം കിട്ടുള്ളൂ. ഗ്രൂപ്പ് ഡി തിയറി എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് നമുക്ക് കുറച്ച് സമയം കിട്ടുള്ളൂ ഫിസിക്കൽ ടെസ്റ്റിന് മുന്നേ ആയിട്ട്. അപ്പോൾ ആ സമയത്ത് പോയിട്ട് ആദ്യമായിട്ട് ഓടാനും ചാടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ റിട്ടൺ എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ ഫിസിക്കൽ ടെസ്റ്റിനും, അതായത് കുറച്ചൊന്ന് ട്രൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ റണ്ണിങ് പ്രാക്ടീസൊക്കെ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഈ റിട്ടൺ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സെയിം സമയത്ത് തന്നെ അതും കൂടെ മൈൻഡിൽ വെക്കുക, അതും കൂടെ ഒരു കുറച്ച് സമയം അതിലേക്കായിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. പിന്നെ സ്റ്റാർട്ട് PET പ്രിപ്പറേഷൻ എലോങ് വിത്ത് റിട്ടൺ എക്സാം, അതാണ് എനിക്ക് പറയാനുള്ളത്. റിട്ടൺ എക്സാമിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടിയിട്ടും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നല്ല, കുറച്ച് സമയം അതിലേക്കും മാറ്റി വെക്കുക. പിന്നെ ലാസ്റ്റ് വൺ, റിവിഷൻ ചെയ്യാണ്ടിരിക്കുക. പലരും ചെയ്യും, പഠിച്ചു പോവും. ഇന്നത്തെ ടോപ്പിക്സ് എടുക്കും, പഠിക്കും, അതടച്ചു വെക്കും. നാളെ വീണ്ടും നാളത്തെ ടോപ്പിക്സ് എന്താണോ അതെടുക്കും, പഠിക്കും, വീണ്ടും അത് അടച്ചു വെക്കും. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നില്ല, റിവിഷൻ ചെയ്യുന്നില്ല. റിവിഷൻ ചെയ്യാണ്ടിരുന്നാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ പഠിച്ചത് എന്താണെന്ന് ഓർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് നമുക്ക് അസൈൻ ചെയ്ത് ഇപ്പം ഇന്നത്തെ ടോപ്പിക്സ് എടുത്ത് ഇന്നത്തെ നമ്മൾ പഠിച്ചു. നാളെ നമ്മൾ പഠിക്കാൻ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണോ അതൊന്ന് റിവൈസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക. ഫസ്റ്റ് തന്നെ തലേന്ന് പഠിച്ചത് എന്താണോ അത് റിവിഷൻ ചെയ്യുക, എന്നിട്ട് മാത്രം പുതിയ ടോപ്പിക്കിലേക്ക് കടക്കുക. ഓക്കെ, അതുകൂടാതെ വീക്കിലി റിവിഷൻ ചെയ്യുക. ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ആണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ ആയിട്ട് ആ വീക്കിൽ പഠിച്ച മുഴുവൻ കാര്യങ്ങളും റിവൈസ് ചെയ്യുക. അതുപോലെ ഒരു മന്ത് കഴിയുമ്പോൾ ആ മന്തിൽ പഠിച്ച മുഴുവൻ കാര്യങ്ങളും റിവൈസ് ചെയ്യുക. സോ എത്രത്തോളം റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ടൈം കിട്ടുമോ അത്രയും നല്ലതാണ്. ഓക്കെ, സോ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ റിവിഷൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. പിന്നെ ഷോർട്ട് നോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഇപ്പം മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം ഈ കാണായ ടോപ്പിക്സ് മുഴുവനും നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ടോ പ്രോബ്ലംസ് നോക്കാൻ വേണ്ടിയിട്ടോ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും നമ്മൾ അതിൽ പഠിക്കുന്ന ഷോർട്ട് കട്ട് ഉണ്ട്, അത് മാത്രം നിങ്ങൾക്ക് ചെറിയൊരു നോട്ട് പാഡിലോ എവിടെയെങ്കിലും മാറ്റി എഴുതി വെക്കാം. അല്ലെങ്കിൽ ഇക്വേഷൻസ് ഉണ്ടാവും, ഈ ഇക്വേഷൻസ് മാത്രമായിട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാം. ഒരു ഫോർമുല ബുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം അതിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിക്കുന്ന എന്തെങ്കിലും ഇക്വേഷൻസ്, പുതിയതായിട്ട് പഠിക്കുന്ന ഷോർട്ട് കട്ട് ട്രിക്സ്, ഇതൊക്കെ മാത്രമായിട്ട് എഴുതി വെക്കാം. അപ്പോൾ എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് ഡെയിലി പുതിയ പുതിയ ടോപ്പിക്ക് പഠിച്ച് ഓവർലോഡ് ചെയ്യാതെ ഓൾറെഡി പഠിച്ച ടോപ്പിക്ക് സ്ട്രോങ് ആക്കുക. അതിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ തേടിപ്പിടിച്ച് അതൊക്കെ പഠിച്ചു വെക്കുക. എന്നിട്ട് മാത്രം പുതിയ പുതിയ ടോപ്പിക്കിലേക്ക് കടക്കുക. നമ്മൾ കുറേ അധികം പഠിക്കുക എന്നുള്ളതിലല്ല കാര്യം. കുറേ അധികം പഠിക്കുന്നതിലും പകരം നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, പിന്നെ എന്താണ്, റെഗുലർ ആയിട്ട് റിവിഷൻ ചെയ്യുക, ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നമുക്കൊരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാവണം, അതനുസരിച്ചിട്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. പിന്നെ എപ്പോഴും ഒരു റിയലിസ്റ്റിക് സ്റ്റഡി ടൈം ടേബിൾ വേണം. ഇപ്പം നിങ്ങൾക്ക് ടൈം ടേബിൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്യുമ്പോൾ ടൈം ടേബിൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്യാം. പക്ഷെ അത് നമുക്ക് പറ്റുമോ? നമുക്കിപ്പോൾ ഒരു ദിവസം 5 മണിക്കൂർ പഠിക്കുമെന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. 5 മണിക്കൂർ പഠിക്കാൻ നമുക്ക് ടൈം ഉണ്ടാവണം.
അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. സോ ഇല്ല, ഇനി അത് വേണ്ട, നിങ്ങൾക്കൊരു 2 മണിക്കൂറേ ഡെയിലി പഠിക്കാൻ പറ്റുള്ളൂ, അതനുസരിച്ചിട്ട് ടൈം ടേബിൾ ചെയ്താൽ മതി. ആ 2 മണിക്കൂറിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള രീതിയിൽ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ആ രീതിയിലായി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു 2 മണിക്കൂർ പഠിക്കണം എന്ന് ഉദ്ദേശിച്ചു. ആ 2 മണിക്കൂർ നമുക്ക് പഠിക്കാൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട്. ഇനി നമ്മളൊരു 5 മണിക്കൂർ പഠിക്കണം എന്ന് വിചാരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, അപ്പം നമുക്ക് അയ്യോ ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മളെ കൊണ്ട് പറ്റുമോ, ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ വരും. സോ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആക്യുറസി, സ്പീഡ്, ആക്യുറസി ഇതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു നമുക്ക് എന്താണ് കോമ്പറ്റീറ്റീവ് എക്സാം ആയതുകൊണ്ട് ടൈം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് സ്പീഡിൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റണം. സോ സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീഡിൻ്റെ കൂടെ സ്പീഡിൽ കാൽക്കുലേഷൻ ചെയ്താൽ മാത്രം പോരാ, ആൻസർ കറക്റ്റ് ആവുകയും വേണം. സോ ആക്യുറസി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കൺസിസ്റ്റൻസി, ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് തവണ ഞാൻ പറഞ്ഞ കാര്യമാണ്. കൺസിസ്റ്റൻസി ഈസ് എ കീ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചു, നാളെ പഠിച്ചില്ല, എടുത്തു വെച്ചു, മറ്റന്നാൾ പഠിച്ചു, പിന്നെ ഒരു 2 ദിവസത്തേക്ക് പഠിച്ചില്ല, അങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഡെയിലി ഒരേ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റണം. പിന്നെ ചിലപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ഒരു ദിവസമൊക്കെ മടി വന്നിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ചിലപ്പോൾ ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. ഇനി ഫൈനൽ സ്ട്രാറ്റജി ഫോർ സക്സസ് എന്താണ്? ബേസിക്സ് ക്ലിയർ ചെയ്യുക. ഞാൻ ആദ്യമേ പറഞ്ഞു ബേസ് സ്ട്രോങ് ആക്കണം എന്നുള്ളത്. സോ ബേസിക്സ് ക്ലിയർ ചെയ്യുക, റെഗുലറായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് എടുക്കുക, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് അനലൈസ് ചെയ്യുക. അതുപോലെ റിട്ടേൺ ടെസ്റ്റിൻ്റെ ഒപ്പം തന്നെ PETക്കുള്ള പ്രിപ്പറേഷൻ കൂടെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിട്ട് ആൻഡ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇതൊക്കെയാണ് ഒരു സക്സസ് വിന്നിങ് സ്ട്രാറ്റജി എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. പിന്നെ എന്തൊക്കെ മിസ്റ്റേക്സ് ഞാനിപ്പോൾ കുറച്ച് മിസ്റ്റേക്സ് പറഞ്ഞു, കോമൺ ആയിട്ട് കാൻഡിഡേറ്റ്സ് വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? ഇനി നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നവർ ഈ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ഈ മിസ്റ്റേക്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്തത്. അപ്പോൾ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ചെയ്യണം. ബിക്കോസ് ഹൈലി കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം തന്നെയാണ്. സോ ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ചെയ്യുക. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക, നിങ്ങൾക്കിത് പറ്റും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് തന്നെ വേണം. പിന്നെ എന്താണ്, അപ്പോൾ ഞാൻ പറഞ്ഞു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പം തന്നെ ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് അത്യാവശ്യം സമയം കിട്ടും. ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ അത്യാവശ്യം സമയം കിട്ടും റിവിഷൻ ചെയ്യാനും മോക്ക് ടെസ്റ്റ് എടുക്കാനും, കുറേ തവണ റിവിഷൻ ചെയ്യാനൊക്കെ ഉള്ള ടൈം ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ RRB ഗ്രൂപ്പ് ഡിയുടെ പുതിയ ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള എക്സാം ഉണ്ടാവും, ഗ്രൂപ്പ് ആക്ടിവിറ്റി തരും, അതുപോലെ വീക്ക്ലി മന്ത്ലി ഒക്കെ എക്സാംസ് ഉണ്ടാവും. നിങ്ങൾക്ക് നോട്ട്സ് PDF നോട്ട്സ് ഷെയർ ചെയ്യും, ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, അതുപോലെ ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. RRB ഗ്രൂപ്പ് ഡി എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്